ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് കാലം മുതൽക്ക് സൗന്ദര്യ സംരക്ഷണത്തിനായിട്ടും അതുപോലെ തന്നെ മരുന്നായിട്ടുമൊക്കെ യൂസ് ചെയ്തിരുന്ന ഒന്നാണ് ചന്ദനം. അതുകൂടാതെ നല്ല സ്മെല്ലായിരിക്കും ചന്ദനത്തിന്. അപ്പം അതിന് വേണ്ടിയിട്ടും ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക വില കൂടിയിട്ടുള്ള പ്രോഡക്ട്സിലും, അതായത് സ്കിൻ കെയർ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിലൊക്കെ ചന്ദനം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ചന്ദനം എങ്ങനെ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാം അങ്ങനെയുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നിറം വയ്ക്കാനും പാടുകൾ മാറാനും മുഖക്കുരുവിൻ്റെ പ്രശ്നം മാറിക്കിട്ടാനും അതുപോലെ സ്കിന്ന് പ്രായമാകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ പാക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചന്ദനമാണ് എടുത്തിട്ടുള്ളത്. ചന്ദനത്തിൻ്റെ പൗഡർ നമുക്ക് ആയുർവേദ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇതിങ്ങനെ കോല് പോലെ ഒരു മരക്കഷ്ണം പോലെ ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും. പൊടി വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ആ ഒരു മരക്കഷ്ണം പോലെയുള്ളത് എടുത്തിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കുന്നതാണ്. അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ നമ്മൾ എടുത്തു വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ചന്ദനം ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് യൂസ് ചെയ്യാം. കരിവാളിപ്പൊക്കെ എത്രയും പെട്ടെന്ന് മാറിക്കിട്ടാൻ നമുക്ക് ഏറ്റവും നല്ലത് തൈര് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തൈര് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈരിലും നമുക്ക് ആൻറ്റി ഏജിങ് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്ന് പ്രായമാകുന്നത് തടയാനൊക്കെ സഹായിക്കും. സ്കിന്ന് ഡ്രൈ ആവാതെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുകൂടാതെ കരിവാളിപ്പൊക്കെ ഒറ്റ യൂസ് തന്നെ മാറിക്കിട്ടാൻ തൈര് മാത്രം യൂസ് ചെയ്താലും മതി. അത്രയ്ക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി തൈരും ചന്ദനവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരിന് പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും ചന്ദനത്തിൻ്റെ പൊടിക്കുണ്ട്. മെയിനായിട്ടും മുഖക്കുരു വരുന്നവരാണെന്നുണ്ടെങ്കിൽ മുഖക്കുരു വരാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഇതുപോലെയുള്ള ചന്ദനം കൊണ്ടുള്ള പാക്കൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്കിന്ന് പ്രായമാകുന്നത് തടയാൻ ഇത് സഹായിക്കും. സ്കിൻ എപ്പോഴും നല്ല ചെറുപ്പമാക്കി വയ്ക്കും. ചുളികളും വരകളും ഒന്നും വരാതെ. പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പാടുകൾ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. നിറം വയ്ക്കാൻ, കരിവാളിപ്പ് മാറാൻ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും നല്ലത് തന്നെയാണ് ചന്ദനം. ഇനി ഈ ഒരു പാക്കിന് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഓറഞ്ചിൻ്റെ നീരാണ്. ഇനി നമുക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങയുടെ നീരാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഓറഞ്ചിൻ്റെ നീര് ചേർക്കുന്ന അത്ര പോലും ചേർക്കരുത്. ഒരു 6-7 ഡ്രോപ്സ് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ. ബാക്കി പിന്നെ പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓറഞ്ചിൻ്റെ നീര് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറാൻ, കരുവാളിപ്പ് മാറാൻ, നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ മുഖക്കുരു വരാതിരിക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിനുശേഷം കുറേശ്ശെയായിട്ട് എടുത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മസാജ് ചെയ്യാൻ എപ്പോഴും നല്ലത് കൈ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം. പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആവരുത്. ഒരു സെമി ഡ്രൈ ആവുന്ന സമയത്ത് തന്നെ ഇത് കഴുകി കളയണം. പിന്നെ ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. 20 മിനിറ്റ് നിങ്ങളും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിൽ കൂടുതൽ വയ്ക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുക.
ഇപ്പം ഓയിലി സ്കിന്നുള്ളവർ അല്ലെങ്കിൽ മുഖക്കുരുവൊക്കെ നന്നായിട്ട് ഉള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. അപ്പോൾ ഇതാ കൈയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. 20 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കഴുകി വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത്. എനിക്ക് തോന്നുന്നു ആ ഒരു ചന്ദനത്തിൻ്റെ ആ ഒരു മഞ്ഞ കളർ സ്കിന്നിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വിധം കാപ്പിപ്പൊടി വെച്ചിട്ടുള്ളതും ബീട്രൂട്ട് വെച്ചിട്ടുള്ളതും ഒക്കെ ഇങ്ങനെ കളർ പിടിക്കുന്ന ടൈപ്പിലുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ പിടിക്കാറുണ്ട്. അത് പെട്ടെന്ന് ഇളകി പോവാറില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇങ്ങനെ ആയിരിക്കില്ല. ചിലവർക്കൊന്നും കളർ അത്ര പെട്ടെന്ന് സ്കിന്നിൽ പിടിക്കില്ല. ഒറ്റ യൂസിൽ തന്നെ കരിവാളിപ്പ് മാറാനും ഇൻസ്റ്റൻ്റായിട്ട് നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന പാക്കാണിത്. നിങ്ങൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ മുഖക്കുരുവിൻ്റെ പ്രശ്നമൊക്കെ ഇല്ലാതാക്കാനും സ്കിന്ന് പ്രായമാകുന്നത് തടയാനും ഒക്കെ സഹായിക്കും. അപ്പം നിങ്ങളും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്